2020 തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് 5 വർഷം കഴിഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണല്ലേ? അതെ. ഭർത്താവിൻ്റെ ഒരു സ്വപ്നം അല്ലേ? മനു ഒത്തിരി സ്വപ്നം കണ്ട് ഡയറക്ഷനിലേക്ക് വന്നൊരു സിനിമ. സ്ക്രിപ്റ്റും മനുവിൻ്റെ ആണോ? സ്ക്രിപ്റ്റും മനുവിൻ്റെ തന്നെ. മനുവിന് വേണ്ടിയാണ് ഈ സിനിമ പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും മനുവിന് വേണ്ടി മാത്രമാണ് ഈ സിനിമയൊക്കെ പുറത്തിറക്കുന്നത്. ഈ 5 വർഷത്തുള്ള ഒരു യാത്ര വലിയ കഠിനമായിരുന്നില്ലേ? നല്ല കഠിനമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട്. 23-ലാണ് മനു മരിക്കുന്നത് അല്ലേ? 2023 ഫെബ്രുവരി 25-നാണ് മനു മരിക്കുന്നത്. ആ സമയത്ത് ഷൂട്ട് തീർന്നിരുന്നു? ഷൂട്ട് തീർന്നിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നമ്മൾ തുടങ്ങിയിരുന്നു അപ്പോൾ സമയത്ത്. അതിൻ്റെ ഇടയിലാണ് മനു മരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് 2 വർഷമായിട്ടുള്ള ഒരു വലിയ കഠിനമായ ജീവിതമാണെന്ന് പറഞ്ഞു. ആ ജീവിതത്തിലേക്ക് ഒന്ന് ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കില്ല, അതെന്തായിരുന്നു സംഭവിച്ചത് ആ 2 വർഷം? മനു മരിക്കുന്നു 2023 ഫെബ്രുവരി 25-ന്. മൂവിയുടെ ഷൂട്ട് കംപ്ലീറ്റായി, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങി വെച്ചിരിക്കുന്നു. മനുവിൻ്റെ ഇത്രയും കാലത്തെ സ്വപ്നവും ഇതുമെല്ലാം. ഞാൻ ആക്ച്വലി 2020 എൻഡ് ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ആ മൂവിക്ക് ഫണ്ട് ചെയ്യാനും ഇതൊക്കെ തുടങ്ങിയത്. അത് മാത്രമേ എനിക്കാകെ ആക്ച്വലി ബന്ധമുള്ളൂ. ബട്ട് ഞാനൊരു ആക്റ്റീവോ അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയുന്നതല്ല. സോ അത് കഴിഞ്ഞ് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മനു മരിക്കുമ്പോഴത്തേക്കും എനിക്കതിൻ്റെ ഒന്നും അറിയുന്നില്ല. പക്ഷെ മനുവിൻ്റെ ആഗ്രഹം മാത്രം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, ഈ സിനിമ പുറത്തിറങ്ങുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യം തന്നെയാണ്. ഒന്നും അറിയത്തില്ല. ഞാൻ ടോട്ടലി ഫിലിമിനെ കുറിച്ച് എനിക്ക് ബേസിക്കലി ഒന്നും അറിയില്ല. ഞാൻ സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന എന്താണെന്ന് ഒന്നും എനിക്ക് അറിയുന്നതല്ല. ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പം ബാക്കി ഇവിടെ ഞാൻ മാത്രമല്ല, വേറെ 2 പ്രൊഡ്യൂസേഴ്സും കൂടിയുണ്ട്, റോയ് സെബാസ്റ്റ്യനും ജോൺ W വർഗീസും. പക്ഷെ അവർ US-ലാണ്. അപ്പോൾ അവരാണെങ്കിലും കംപ്ലീറ്റ്ലി എന്നെ ട്രസ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാനിതിലൊരു ഫണ്ടറായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിന്ന് ചെയ്തോ എന്നുള്ള ഇതിൽ. കാരണം മനുവിന് വേണ്ടിയിട്ട് എങ്ങനെ വന്നാലും ഇത് പുറത്തിറക്കണം എന്നൊരു നിർബന്ധം അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു, ഓരോരുത്തരും ആ ടെക്നിക്കൽ ക്രൂവും എല്ലാവരും, പ്രത്യേകിച്ച് മനുവിന് ചീഫ് അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. ആ അസോസിയേറ്റ് പിള്ളേരും എല്ലാവരും നിന്നിട്ടാണ് ഇത് ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ എത്തിച്ച് ഒന്ന് പുറത്തിറക്കാനായിട്ട് നിൽക്കുന്നത്. ഏപ്രിൽ 18-ന് നമ്മളിപ്പോൾ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇറങ്ങാൻ ഇരിക്കുമ്പോഴാണ് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലേ? അതെ. എനിക്കൊന്നു ആ പ്രസ് മീറ്റിൽ കുറേ പേര് വന്നിരുന്നു, കുറേ പേര് വന്നില്ല. വരാത്ത റീസണുണ്ട്. അർജുനൊക്കെ ഒരു റീസൺ പറഞ്ഞിരുന്നു. പക്ഷെ അഹാനെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു, ഫോൺ പോലും എടുക്കുന്നില്ല, ആരുമായിട്ട് കൂട്ടാക്കുന്നില്ല. PR വിളിച്ചു എന്ന് അറിഞ്ഞു, PR റെസ്പോൺസ് ചെയ്യുന്നില്ല, PR മെസ്സേജ് അയക്കുന്നു, അതെല്ലാം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അഹാന എന്നൊരു നടിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ചെയ്തപ്പോൾ, താങ്കളൊരു ലേഡിയാണ് അല്ലേ? ഒരു ലേഡി ആക്ടറാണ് പറയുന്നത്, നമ്മുടെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം തീരുകയാണ് വിഷയങ്ങൾ. അത് ഞാൻ ആക്ച്വലി അവിടെ ഒന്ന് പറയണം എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അവർ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു വിഷമത്തിൻ്റെ ഇതിൽ അന്നേരം അത് പുറത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ബ്ലെയിം ചെയ്യാനോ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും ഒരു തോട്ടിലോ ഒന്നും അല്ല ഞാനത് ചെയ്തത്. പിന്നെ അതിപ്പോൾ ഇത്രയും ഇവിടെ കിടന്നൊരു എന്താ പറയുക, എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നു, അറിയുന്നു. സിനിമാ മേഖലയിൽ വിഷയങ്ങൾ നടക്കുന്ന സമയമാണ്. അതെ, അതെല്ലാം കൂടിയും ആ സമയത്ത് കണക്റ്റായി വരുന്നു. പക്ഷെ അത് വേണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, സഹകരിച്ചില്ല. നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാണ്. ബാക്കി ആക്ടേഴ്സ് എല്ലാം ശരിയാണ്. അർജുൻ അശോകൻ സുമതി വളവ് എന്ന് പറയുന്ന മൂവിയുടെ ഷൂട്ടിനായിരുന്നു. അതേപോലെ അനീഷ് ജി മേനോൻ ഷൂട്ടിലായിരുന്നു. ഇവരെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു. ഞങ്ങൾക്ക് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു, നമ്മൾക്കൊരു റിപ്ലൈ ഇല്ലായിരുന്നു. PRO ആണെങ്കിലും എല്ലാം കോൺടാക്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ലായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.